ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന വചനം ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. മത്തായി 14:28. ഈ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ അത്ഭുതമാണ് ഈ വചനത്തിൽ പറയുന്നത്. കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്നതാണ് പറയുന്നത്. ശിഷ്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ഭൂതം എന്നാണ് പറയുന്നത്. ശിഷ്യന്മാർ നിലവിളിച്ചു. അപ്പോൾ കർത്താവ് അവരോട് പെട്ടെന്ന് സംസാരിച്ചു, ഉടനെ സംസാരിച്ചു എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. ധൈര്യമായിരിക്കാൻ പറയുന്നു. പത്രോസ് കർത്താവിനോട് പറയുന്നതാണിത്. എന്നിട്ട് കർത്താവ് വരാൻ പറഞ്ഞപ്പോൾ പത്രോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വെള്ളത്തിനു മീതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് അവനെ ജലത്തിൽ മുങ്ങിത്താഴ്ത്താൻ തുടങ്ങി. കർത്താവെ രക്ഷിക്കണമേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് കൈനീട്ടി. കർത്താവ് എന്നിട്ട് പത്രോസിനോട് പറയുന്നുണ്ട്: അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? എന്തിന് സംശയിച്ചു? നിനക്കറിയില്ലേ, ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവമാണ് ഞാൻ. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൽ വിശ്വസിക്കാം. കർത്താവ് നിന്നെ രക്ഷിക്കും. ഒരു സംശയവും വേണ്ട. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് തന്നെ നീ വിശ്വസിക്കുക.